എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ഒരായിരം നമസ്കാരം. ഞാൻ വിശാഖ് പാവുമ്പ. ചലഞ്ചറിൻ്റെ ഏറ്റവും പുതിയ ഒരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ വർഷം ഏറ്റവും ലാസ്റ്റായിട്ട് PSC നടത്തിയ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് പരീക്ഷയുടെ ചോദ്യങ്ങളും അതിൻ്റെ വിശകലനവുമാണ്. അപ്പം അടുത്ത വരാൻ പോകുന്ന VFA പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ഈ ക്ലാസ് ഒരു മുതൽക്കൂട്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പം കഴിഞ്ഞ VFA പോലെ തന്നെ ഈ വരാൻ പോകുന്ന VFAയും നമുക്ക് വളരെ കാര്യക്ഷമമായിട്ട് പഠിക്കാം. അപ്പം വരാൻ പോകുന്ന VFAയ്ക്ക് വേണ്ടിയുള്ള ഏറ്റവും പുതിയ ക്രാഷ് ബാച്ച് നമ്മുടെ ചലഞ്ചറിൽ ആരംഭിച്ചിരിക്കുന്നു. ഈ ബാച്ചിൻ്റെ ഭാഗമാകാനും കൂടുതൽ വിവരങ്ങൾക്കും ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മാത്രമല്ല നമ്മുടെ കമ്പനി ബോർഡ് LGSൻ്റെ മെയിൻസ് ബാച്ച് ആരംഭിക്കുകയാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ. നമുക്ക് ഓരോരുത്തരെയും പ്രത്യേകമായി ബാച്ചിൻ്റെ ഭാഗമായിട്ട് ബാച്ചിൽ കാണാം എന്നുള്ള വിശ്വാസത്തോടെ തൽക്കാലം ഈ ഒരു ക്ലാസ് നമ്മളിവിടെ ആരംഭിക്കുകയാണ്. അപ്പം ഏറ്റവും ലാസ്റ്റായിട്ട് മക്കളെ 2025 കണ്ടോ, 2025 ഏപ്രിൽ 28 നടന്ന നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് 32/25 നമുക്ക് നോക്കാം. ഫസ്റ്റ് ചോദ്യം ഇങ്ങനെയാണ്: ഒരു ത്രികോണത്തിലെ കോണുകൾ 5:3:4 എന്ന അംശബന്ധത്തിലായാൽ ത്രികോണത്തിലെ ചെറിയ കോൺ എത്ര? ഒന്നുകൂടെ, ഒരു ത്രികോണത്തിലെ കോണുകളുടെ അംശബന്ധം മക്കളെ 5:3:4 ആണ്. 5:3:4 എങ്കിൽ അതിലെ ഏറ്റവും ചെറിയ കോണിൻ്റെ അളവ് എത്ര? ഏറ്റവും ചെറിയ കോണിൻ്റെ അളവാണ് ചോദിക്കുന്നത്. ഒന്നുമില്ല, നമുക്കറിയാം ഒരു ത്രികോണത്തിലെ കോണിൻ്റെ അളവുകളുടെ തുക മക്കളെ, കോണളവുകളുടെ തുക നമുക്കറിയാം എപ്പോഴും 180 ആയിരിക്കും, 180 ആണോ? ഒരു ത്രികോണത്തിലെ ആന്തരകോണുകളുടെ തുക എപ്പോഴും 180 ആയിരിക്കും. എങ്കിൽ ആ ആന്തരകോണിൽ ഒരു കോണിനെ 5 ഭാഗം എന്ന് പറഞ്ഞാൽ 5 3 8 8 4 മൊത്തം 12 ആയിട്ട് മുറിച്ച് 180 ഡിഗ്രിയെ കറക്റ്റ് 12 തുല്യ കഷ്ണങ്ങളാക്കി മുറിച്ച് എന്നിട്ട് ഒരു കോണിന് 5 ഭാഗം കൊടുത്ത്, മറ്റൊരു കോണിന് 3 ഭാഗം കൊടുത്ത്, മറ്റൊരു കോണിന് 4 ഭാഗം കൊടുത്ത്, എങ്കിൽ ഏറ്റവും വലിയ ഷെയർ കൊടുത്ത ആർക്കാ? രണ്ടാമത്തെ കോണിനാണ് മക്കളെ 3 ഭാഗം. എങ്കിൽ മൊത്തം 12 ഷെയർ. ശരിയാണോ? 5ഉം 3 കൂട്ടി 8, 8ഉം 4 കൂട്ടി 12 ഷെയറിൽ നമുക്ക് വേണ്ടത് ഏറ്റവും ചെറിയ കോണാണ്. ഏറ്റവും ചെറിയ കോണിന് മക്കളെ 3 ഷെയറല്ല ഉള്ളൂ, 3 ഷെയർ, 3 ഭാഗമേ കൊടുത്തുള്ളൂ. എങ്കിൽ 12ൽ 3 ആകെ എത്ര ഡിഗ്രിയുടെ? ആകെ 180 ഡിഗ്രിയുടെ 12ൽ 3. ആകെ 180 ഡിഗ്രിയുടെ 12ൽ 3 കണ്ടുപിടിച്ചാൽ മതി. വെട്ടാം, 6 കൊണ്ട് വെട്ടാം. 12 കൊണ്ട് ഒറ്റയടിക്ക് വേണമെങ്കിൽ വെട്ടാം. ശരി, തൽക്കാലം നമുക്ക് 6 കൊണ്ട് വെട്ടാം. 12നകത്ത് 6 2 തവണ, 18നകത്ത് 6 3 തവണ 30 വരും. വീണ്ടും വെട്ടാം 2 കൊണ്ട്. 2നകത്ത് 2 ഒരു തവണ, 30നകത്ത് 15 തവണ. ഓക്കെ, 15 × 3 45. എങ്കിൽ ആ ത്രികോണത്തിലെ ഏറ്റവും ചെറിയ കോണിൻ്റെ അളവ് എത്ര എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി 45 ആണ് ശരി ഉത്തരം. ക്ലിയർ അല്ലേ? ഓക്കെ ആണെന്ന് കരുതട്ടെ. അപ്പോൾ ഒരു അധിക വിവരം കൂടെ പഠിച്ചു. ഒരു ത്രികോണത്തിലെ ആന്തരകോണുകളുടെ തുക മകളെ 180 ഡിഗ്രിയാണ്. അതുപോലെ ഒരു ചതുർഭുജം എന്ന് പറഞ്ഞാൽ ഒരു വശവും കൂടെ കൂടിയാൽ അതിലെ ആന്തരകോണുകളുടെ തുക മക്കളെ 360 ഡിഗ്രി ആയിരിക്കും. 360. ഒരു വശം കൂടി കൂടിയാൽ അഥവാ പഞ്ചഭുജം, പെൻഡഗൺ എന്ന് പറയും, പെൻഡഗൺ, ഇവന്റെ ആന്തരകോണുകളുടെ തുക ഇന്റീരിയർ ആംഗിളുടെ സമ്മ് ഒരു 180 കൂടി 540 ആയിരിക്കും. ഇനി ഹെക്സഗൺ അഥവാ ഷഡ്ഭുജത്തിന്റെ ആന്തരകോണുകളുടെ തുക മകളെ ഒരു 180 കൂടി 720 ആയിരിക്കും. ഓരോ വശം കൂടുന്നതിനനുസരിച്ച് ഓരോ 180 കൂടും. ഓരോ വശം കൂടുന്നതിനനുസരിച്ച് മക്കളെ ഓരോ 180 കൂടിക്കൊണ്ടിരിക്കും. അതായത് ഇനി ജനറൽ ഫോർമുല പറഞ്ഞുതരാം. ആന്തരകോണുകളുടെ തുക കണ്ടുപിടിക്കുന്ന ജനറൽ ഫോർമുല n-2 × 180. ആന്തരകോണുകളുടെ തുക കണ്ടുപിടിക്കുന്ന സമവാക്യം n-2 × 180. അതായത് അതിന് എത്ര വശങ്ങളുണ്ടോ ആ വശങ്ങളിൽ നിന്നും 2 കുറയ്ക്കുക, അതിനെ 180 കൊണ്ട് ഗുണിക്കുക. n എന്ന് പറഞ്ഞാൽ വശങ്ങളുടെ എണ്ണം. ഓക്കെ, n-2 × 180. ക്ലിയർ അല്ലയോ? ഞാൻ അടുത്ത ചോദ്യത്തിലോട്ട് പോവുകയാണേ. z = x + y എന്നതിൽ x = -10ഉം
y ഈക്വൽ ടു 3 ആയാൽ ഇസഡിൻ്റെ വില എത്ര? വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. അവർ പറയുന്നത് ഇസഡ് എന്നതിൻ്റെ വില മക്കളെ എക്സ് പ്ലസ് വൈ ആണെന്ന്. എടാ ഇസഡിൻ്റെ വില കിട്ടാൻ എക്സും വൈയുടെ കൂട്ടിയാൽ മതിയെന്ന്. ഇസഡിൻ്റെ വില കിട്ടാൻ എക്സും വൈയുടെ കൂട്ടിയാൽ മതി. ഇനി അവർ പറയുന്നു എക്സിൻ്റെ വില -10 എന്നും. എടാ എക്സിൻ്റെ വില -10 എന്നും വൈയുടെ വില 3 എന്നും. എങ്കിൽ ആ ഇസഡിൻ്റെ വില എത്ര എന്നാ കണ്ടുപിടിക്കണ്ടേ? നമുക്കറിയാം ഇസഡിൻ്റെ വില കണ്ടുപിടിക്കാൻ മക്കളെ എക്സും വൈയുടെ കൂട്ടിയാൽ മതി. എക്സിൻ്റെ വില എടാ -10, വൈയുടെ വില മക്കളെ 3. എങ്കിൽ ഇത് തമ്മിൽ കൂട്ടിയാൽ മതി, എക്സ് പ്ലസ് വൈ. ഒന്നുമില്ല, മൈനസും പ്ലസും കൂടെ കൂട്ടുന്നത് എങ്ങനെയാ? മൈനസും പ്ലസും കൂടെ കൂട്ടുന്നത് എങ്ങനെയാ? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കും, വലുതിൻ്റെ എണ്ണം കൊടുക്കും. എടാ -10 എന്ന് പറഞ്ഞാൽ മക്കളെ അതിൻ്റെ കറക്റ്റ് മീനിങ് എന്തുവാ? -10 എന്ന് പറഞ്ഞാൽ എടാ മൈനസ് ഒരു 10 വട്ടം. ഇതാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കാം. -10 എന്ന് പറഞ്ഞാൽ -10 തവണ. 1 2 3 4 5 6 7 8 9 10. കണ്ടോ? -10 തൊട്ട് എഴുതി. +3 എന്ന് പറഞ്ഞാൽ എന്തുവാ? പ്ലസ് എന്ന ചിഹ്നം 3 വട്ടം, പ്ലസ് എന്ന ചിഹ്നം 3 വട്ടം. കണ്ടോ? -10 എന്ന് പറഞ്ഞാൽ മക്കളെ മൈനസ് എന്ന ചിഹ്നം 10 വട്ടം, +3 എന്ന് പറഞ്ഞാൽ മക്കളെ പ്ലസ് എന്ന ചിഹ്നം 3 വട്ടം. അപ്പോൾ ഒരു മൈനസ് ഒരു പ്ലസും വെട്ടിക്കളയാം, ഒരു മൈനസ് ഒരു പ്ലസും വെട്ടിക്കളയാം, ഒരു മൈനസ് ഒരു പ്ലസും വെട്ടിക്കളയാം. ബാക്കി എന്തോ മക്കളെ ഉള്ളത്? മൈനസ് എത്ര വട്ടം? മൈനസ് ഒരു 7 വട്ടം ഇല്ലയോ? അതായത് നമ്മുടെ ഉത്തരം -7. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് എടാ ഇങ്ങനെ വരുമ്പം മൈനസും പ്ലസും വരുമ്പം വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം, വലുതിൻ്റെ ചിഹ്നം കൊടുക്കണം. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം, വലുതിൻ്റെ ചിഹ്നം കൊടുക്കണം. പറഞ്ഞ മനസ്സിലായോ? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം, എടാ വലുതിൻ്റെ ചിഹ്നം കൊടുക്കണം. ക്ലിയർ ആണോ? അവർ പറയുന്നു എക്സിൻ്റെ വില -10 എന്നും വൈയുടെ വില +3 എന്നും. എങ്കിൽ ആ എക്സും വൈയുടെ കൂട്ടിയാൽ മക്കളെ ഇസഡിൻ്റെ വില കിട്ടും. എങ്കിൽ ഇസഡിൻ്റെ വില കണ്ടുപിടിക്കാൻ എക്സിൻ്റെ വിലയായ -10ഉം വൈയുടെ വിലയായ +3 കൂടെ കൂട്ടിയാൽ മതി. നമ്മുടെ ശരി ഉത്തരം -7. ഓക്കെ അല്ലേ? ഇതാ അടുത്ത ചോദ്യം. കൂട്ടത്തിൽ പെടാത്തത് 12 48 24 16. കാണുമ്പോൾ എല്ലാവരും ഏകദേശം ഒരേപോലെ തോന്നും. 12 48 24 16. മക്കളെ അന്നത്തെ ശരിയുത്തരം ഞാൻ പറഞ്ഞുതരാം 16 ആയിരുന്നു. ശരിയുത്തരം മക്കളെ 16 ആയിരുന്നു. ശരി, എന്തുകൊണ്ടാണ് എന്ന് ഒന്ന് പൗസ് ചെയ്തിട്ട് നിങ്ങൾ ആദ്യം ഒന്ന് ശ്രമിച്ചു നോക്കി. എന്തുകൊണ്ടാണ് ഉത്തരം 16 വന്നത് എന്ന് പറയാമോ? ഒന്ന് പൗസ് ചെയ്യും. ഞാൻ പറയട്ടെ. എടാ ഇവിടെ അവർ പറഞ്ഞിരിക്കുന്ന ഉത്തരം ഇവിടെ കാണുന്ന എല്ലാവരും മക്കളെ 4ൻ്റെ ഗുണിതങ്ങളാണ്. എടാ കാണുന്ന 12 4ൻ്റെ ഗുണിതമാണ്, 48 4ൻ്റെ ഗുണിതമാണ്, 24 4ൻ്റെ ഗുണിതമാണ്, 16 4ൻ്റെ ഗുണിതമാണ്. എന്നാൽ ഇവിടെ ഇതാ 12ഉം 48ഉം 24ഉം മക്കളെ 12ൻ്റെ കൂടി ഗുണിതമാണ്, 12ൻ്റെ കൂടി ഗുണിതമാണ് അല്ലേ? എന്നാൽ 16 ഒരു 12ൻ്റെ ഗുണിതമാണോ? അല്ല. വിച്ച് മീൻസ് 12 എന്ന് പറയുന്നത് മക്കളെ 4ൻ്റെയും ഗുണിതമാണ്, 3ൻ്റെയും ഗുണിതമാണ് അല്ലേ? അതുകൊണ്ട് തന്നെ 12 എന്ന സംഖ്യ 12ൻ്റെ ഗുണിതമാണ്. 48 എന്ന സംഖ്യ മക്കളെ 4ൻ്റെയും ഗുണിതമാണ്, അവൻ 3ൻ്റെയും ഗുണിതമാണ്. അതുകൊണ്ട് തന്നെ 48 എന്ന സംഖ്യ 12ൻ്റെ ഗുണിതമാണ്. 24 എന്ന സംഖ്യ മക്കളെ 4ൻ്റെയും ഒരു ഗുണിതമാണ്, 3ൻ്റെയും ഒരു ഗുണിതമാണ്. 4ൻ്റെയും 3ൻ്റെയും ഗുണിതമാണെങ്കിൽ 12ൻ്റെയും ഗുണിതമാണ്. 4 × 3 12ൻ്റെയും ഗുണിതമാണ്. എന്നാൽ 16 എന്ന സംഖ്യ 4ൻ്റെ ഗുണിതമാണ് മക്കളെ, പക്ഷേ 3ൻ്റെ ഗുണിതമല്ല, 3ൻ്റെ ഗുണിതമല്ല. അതുകൊണ്ട് തന്നെ 16 എന്നവൻ 12ൻ്റെ ഗുണിതമല്ല. ശരി ഉത്തരം 16 ആയിരുന്നു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഞാൻ എന്താ അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. 6ൻ്റെ ആദ്യത്തെ 6 ഗുണിതങ്ങളുടെ മാധ്യം എന്ത്? മാധ്യം മക്കളെ, മാധ്യം എന്നാണ് ചോദ്യം. എന്താണ് മാധ്യം? മാധ്യത്തിൻ്റെ ഇംഗ്ലീഷാണ് മീൻ. എടാ മീൻ എന്ന് പറയും. അതായത് നമ്മുടെ ശരാശരിയെ പ്രധാനമായിട്ടും 3 ആയിട്ട് തരംതിരിക്കാം. നമുക്ക് പ്രധാനപ്പെട്ട 3 ശരാശരികൾ കാണാനുണ്ട് മക്കളെ. മീൻ, മീഡിയൻ, മോഡ്. എടാ മീൻ, മീഡിയൻ, മോഡ്. എടാ മീൻ, മീഡിയൻ, മോഡ്. മക്കളെ മീൻ, മീഡിയൻ, മോഡ്. മലയാളത്തിലാണ് നമുക്ക് പഠിക്കേണ്ടത്. മലയാളത്തിൽ മീൻ മീൻസ് മാധ്യം. നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷ എന്തായാലും മലയാളത്തിലാണ്, ഇംഗ്ലീഷിലല്ല. മാധ്യം, മീൻ മീൻസ് മാധ്യം. മീഡിയൻ മീൻസ് മക്കളെ, മീഡിയൻ്റെ മലയാളം മധ്യമം. ഓക്കെ, മധ്യമം.
ദ മോഡ് മീൻസ് മഹിതം, മഹിതം, മഹിതം. ഓർത്തു വെച്ചാലേ, മീൻ എന്ന് പറഞ്ഞാൽ മക്കളെ മാധ്യം, മീഡിയൻ എന്ന് പറഞ്ഞാൽ മധ്യമം, മഹിതം എന്ന് പറഞ്ഞാൽ മോഡ്, മോഡിന്റെ മലയാളം മഹിതം. ഇനി എന്താണ് മാധ്യം എന്ന് ചോദിച്ചാൽ മക്കളെ ഒന്നുമില്ല, നമ്മൾ സാധാരണ കാണുന്ന ശരാശരി തന്നെയാണ് മാധ്യം. എന്ന് പറഞ്ഞാൽ തുക ബൈ എണ്ണം. എടാ തുക ബൈ എണ്ണം ഇത് തന്നെയാണ് മാധ്യം. എടാ തുക ബൈ എണ്ണം ഇത് തന്നെയാണ് മാധ്യം. എന്താണ് മധ്യമം എന്ന് ചോദിച്ചാൽ തന്നിരിക്കുന്ന വിവരങ്ങളെ ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എഴുതിയിട്ട്, മക്കളെ ആരോഹണ ക്രമത്തിലോ അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിലോ എഴുതിയിട്ട്, ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എഴുതിയതിനു ശേഷം കൃത്യം നടുക്ക് വരുന്ന സംഖ്യയാണ് മീഡിയൻ, മിഡിൽ വാല്യൂ, മീഡിയൻ വാല്യൂ. പറഞ്ഞ് മനസ്സിലായോ? ഉദാഹരണം പറഞ്ഞാൽ 6ന്റെ ആദ്യത്തെ 6 ഗുണിതങ്ങൾ ഞാൻ എല്ലാം കണ്ടുപിടിച്ച് കാണിച്ചു തരാം. ഇനി കേട്ടു. ഇനി മഹിതം എന്താണെന്ന് ചോദിച്ചാൽ തന്നിരിക്കുന്ന കുറേ വാല്യൂസ് തരും, അതിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന സംഖ്യ, മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ. എന്താണ് മോഡ് എന്ന് ചോദിച്ചാൽ മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ, ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കുന്ന സംഖ്യ, അതാണ് മോഡ്. അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടത് മക്കളെ മാധ്യം, 6ന്റെ ആദ്യത്തെ 6 ഗുണിതങ്ങളുടെ മാധ്യം. ശരിക്കും ഇത് ചെയ്യുന്ന 6ന്റെ ആദ്യത്തെ 6 ഗുണിതങ്ങൾ ഏതൊക്കെയാ? 6, 12, 18, 24, 30, 36. ഇതാണ് 6ന്റെ ആദ്യത്തെ 6 ഗുണിതങ്ങൾ. ഇവയുടെ മാധ്യം കാണാൻ പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇതിനെ എണ്ണം കൊണ്ട് ഹരിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ശരാശരി കാണുന്ന മറ്റൊരു മാർഗം. എടാ സമാന്തര ശ്രേണിയിലാണോ, എ പിയിലാണെങ്കിൽ ആദ്യ സംഖ്യ പ്ലസ്, മക്കളെ ആദ്യ സംഖ്യ പ്ലസ് അവസാന സംഖ്യ ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. അതാണ് ശരാശരി. അത് തന്നെയാണ് മീനും, അത് തന്നെയാണ് മാധ്യവും. ഓക്കെ, ആദ്യ സംഖ്യ പ്ലസ് അവസാന സംഖ്യ ബൈ 2. 36 6 കൂട്ടിയ മക്കളെ 42. 42 ബൈ 2 മീൻസ് 21. ഓക്കെ, 21 ആണ് നമ്മുടെ ശരി ഉത്തരം. ക്ലിയർ അല്ലേ? ഓക്കെ, നമ്മുടെ ശരി ഉത്തരം 21 ആണ്. ഓക്കെ, നമ്മുടെ ശരി ഉത്തരം മക്കളെ 21 ആണ്. എന്നാൽ ഓപ്ഷനിൽ 21 ഇല്ലല്ലേ? ഓപ്ഷനിൽ 24 അല്ല, 21 ആണ് കേട്ടോ. ക്ഷമിക്കുക, സദയം ക്ഷമിക്കുക, 21 ആണ്. നമ്മുടെ മീൻ എന്ന് പറഞ്ഞ മക്കളെ 21 വരും. 21. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ 6ന്റെ ആദ്യത്തെ 6 ഗുണിതങ്ങളുടെ മീൻ, അതായത് 6ന്റെ ആദ്യത്തെ ഗുണിതം എഴുതാൻ മക്കളെ 6. മീൻ എന്ന് പറഞ്ഞാൽ എന്താ? മീൻ കാണുന്നത് എങ്ങനെ? തുക ബൈ എണ്ണം. ശരിയാണോ? എടാ തുക ബൈ എണ്ണം ചെയ്യാൻ അല്ലെങ്കിൽ സാധാരണ നോർമലി ഉള്ള ശരാശരി കാണുന്ന മാർഗം ഇത്. നോർമലി ശരാശരി കാണുന്ന മാർഗം ഇത്. എങ്കിൽ ഈ ശരാശരി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താലും മതി? പറ. ആദ്യ സംഖ്യ പ്ലസ് അവസാന സംഖ്യ ബൈ 2. ആദ്യ സംഖ്യ പ്ലസ് അവസാന സംഖ്യ ബൈ 2 ചെയ്താലും മതി. എങ്കിൽ മക്കളെ ആദ്യ സംഖ്യ 6. ഇനി 6ന്റെ ആറാമത്തെ ഗുണിതം കാണാൻ 6 × 6 ചെയ്താൽ മതി. ശരിയാണോ? 6ന്റെ ആറാമത്തെ ഗുണിതം, 6ന്റെ ഒന്നാമത്തെ ഗുണിതം 6 × 1, 6ന്റെ രണ്ടാമത്തെ ഗുണിതം 6 × 2, 6ന്റെ മൂന്നാമത്തെ ഗുണിതം 6 × 3. എങ്കിൽ 6ന്റെ ആറാമത്തെ ഗുണിതം മക്കളെ 6 × 6 36. അപ്പോൾ 6 × 6 എന്ന് പറഞ്ഞാൽ 36 വരും. ശരിയാണോ? എങ്കിൽ ആദ്യ സംഖ്യ 6 പ്ലസ് അവസാന സംഖ്യ 36 ബൈ 2. രണ്ടുകൂടെ കൂട്ടിയ മക്കളെ 42. 42 ബൈ 2 എന്ന് പറഞ്ഞാലും കിട്ടും 21. ക്ലിയർ? ഇനി ഇങ്ങനെയുള്ള ചിലപ്പോൾ ചോദിച്ചേക്കാം. 4, 3, 5, 7, 6, 3, 5, 3. ഇതിൻ്റെ മീൻ എത്ര എന്ന് ചോദിക്കും. മീൻ ചോദിക്കും മക്കളെ, മീഡിയൻ ചോദിക്കാം, മഹിതം ചോദിക്കാം, മോഡ് ചോദിക്കാം. ഇങ്ങനെയുള്ള തന്നെ മീൻ ചോദിച്ചാൽ മക്കളെ അൺഅറേഞ്ച്ഡ് ഡേറ്റയാണ്, അറേഞ്ച് ചെയ്തിട്ടില്ലാത്ത ഡേറ്റയാണ്. ഇതിൻ്റെ മീൻ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഇതെല്ലാം കൂടെ കൂട്ടുക, ഇതിൻ്റെ എണ്ണം കൊണ്ട് ഹരിക്കുക. ഇതെല്ലാം കൂടി കൂട്ടുക, ഇവരുടെ തന്നെ എണ്ണം കൊണ്ട് ഹരിക്കുക. മീൻ. ഇനി മീഡിയൻ കാണാൻ പറഞ്ഞല്ലോ. മീഡിയൻ ഇതിനെ ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എഴുതുക. എന്നിട്ട് നടുക്ക് വരുന്ന സംഖ്യ എടുക്കുക. നടുക്ക് 2 സംഖ്യ വരുന്നെങ്കിൽ ആ 2 സംഖ്യകളുടെ കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. ഓക്കെ, നടുക്ക് 2 സംഖ്യ വരുന്നെങ്കിൽ അതിനെ 2 എണ്ണത്തിനെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിച്ചാൽ മതി. ഇനി മോഡ് മക്കളെ, മഹിതം കാണാൻ പറഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചിരിക്കുന്ന നമ്പർ ആരോ അതാണ് മഹിതം, മോഡ്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം. 40 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിന്റെ ചുറ്റളവ്
ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവിനോട് തുല്യമായാൽ ആ സമചതുരത്തിൻ്റെ വശം എത്രയായിരിക്കും? 40 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവിനോട് തുല്യമായാൽ ആ സമചതുരത്തിൻ്റെ ഒരു വശം എന്തായിരിക്കും, അല്ലെങ്കിൽ എത്രയായിരിക്കും? മകളെ, ഒന്നുമില്ല. ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവിനോട് തുല്യം. ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവിനോട് തുല്യം. നമുക്കറിയാം ചതുരത്തിൻ്റെ ചുറ്റളവ് കാണുന്നത് എങ്ങനെ? 2 × L+B. ശരിയാണോടാ? 2 × L+B. ഇത് ആർക്ക് തുല്യം? സമചതുരത്തിൻ്റെ ചുറ്റളവിനോട് തുല്യം. സമചതുരത്തിൻ്റെ ചുറ്റളവ് കാണുന്നത് എങ്ങനെ? പറ. സമചതുരം എല്ലാം സമമാ എങ്കിൽ പറ 4A. 4A ശരിയാണോ? സമചതുരത്തിൻ്റെ ചുറ്റളവ് കാണുന്നത് 4A ആ. ചതുരത്തിൻ്റെ ചുറ്റളവ് കാണുന്നത് 2 × L+B ആ. അപ്പോൾ 2 × L+B എന്നത് 4Aക്ക് തുല്യം. വില കൊടുക്കാം, അറിയാവുന്നിടത്തൊക്കെ വില കൊടുക്കാം. ചതുരത്തിൻ്റെ നീളവും അറിയാം മക്കളെ, വീതിയും അറിയാം. എങ്കിൽ 2 പറ നീളം 40 പ്ലസ് വീതി 30 ഇൻറ്റു ഈക്വൽ ടു 4A. ഓക്കെ, കാര്യം സമചതുരത്തിൻ്റെ വശം അറിയത്തില്ല, അപ്പോൾ A എങ്ങനെ തന്നെ എഴുതി. 2 × മക്കളെ 40 30 കൂട്ടിയാൽ 70 ഈക്വൽ ടു 4A. ഓക്കെ, 70 × 2 എന്ന് പറഞ്ഞാൽ 140. 140 ഈക്വൽ ടു മക്കളെ 4A. എങ്കിൽ A മാത്രം കണ്ടുപിടിക്കാൻ 140 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. വെട്ടിക്കളയുമ്പോൾ മക്കളെ 70 35 35 എന്ന് വരും. എയുടെ വില 35. എങ്കിൽ ആ സമചതുരത്തിൻ്റെ ഒരു വശം മക്കളെ 35 ആണ്. അത് ഓപ്ഷൻ എയും ആണ്. പറഞ്ഞ മനസ്സിലായോ? ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 2 × L+B. സമചതുരത്തിൻ്റെ ചുറ്റളവ് അതായത് 4A തുല്യം നടുക്ക് സമം. തുല്യമാണെങ്കിൽ നടുക്ക് സമം. എങ്കിൽ അറിയാവുന്നിടത്ത് വില കൊടുത്തു. അറിയാത്ത A കണ്ടുപിടിക്കാൻ A അവിടെ തന്നെ നിർത്തി. അവിടെ ഗുണിച്ചിരിക്കുന്ന 4 ഇപ്പുറത്ത് കൊണ്ടുവന്നു. കാര്യം ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട്. ഒരു വരിയിൽ അരുൺ മുന്നിൽ നിന്നും 4-മതും പിന്നിൽ നിന്നും 20-മതും ആയാൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? ഒരു വരിയിൽ അരുൺ മുന്നിൽ നിന്ന് 4-മത്, മക്കളെ മുന്നിൽ നിന്ന് 4-മതും കണ്ടോ, പിന്നിൽ നിന്ന് പിന്നിൽ നിന്ന് 20-മതും ആയാൽ ആ വരിയിൽ എത്ര പേരുണ്ട്? ആ വരിയിൽ എത്ര പേരുണ്ട് മക്കളെ? ഒരു വരിയിൽ ഒരാളുടെ തന്നെ 2 സ്ഥാനങ്ങൾ പറഞ്ഞിട്ട് ആകെ സ്ഥാനങ്ങൾ കാണാൻ നിങ്ങൾക്കറിയാം. ഒരാളുടെ തന്നെ ഇടത്തൂന്നും വലത്തൂന്നും അല്ലെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും 2 സ്ഥാനങ്ങളും പറഞ്ഞിട്ട് ആകെ സ്ഥാനങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ആകെ ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ തന്നിരിക്കുന്ന 2 സ്ഥാനങ്ങളുടെ കൂട്ടണം. എന്തൊക്കെയാ? 4-ാം സ്ഥാനവും 20-ാം സ്ഥാനവും തമ്മിൽ കൂട്ടുക, അവിടെ നിന്നും 1 കുറയ്ക്കുക. അല്ലേ? എടാ, ഒരാളുടെ തന്നെ 2 സ്ഥാനങ്ങൾ തന്നിട്ട് ആകെ മക്കളെ ആകെ ആളുകളുടെ എണ്ണം കാണാൻ പറഞ്ഞാൽ നിങ്ങൾ പറ, ആകെ കാണുന്നത് എങ്ങനെടാ? എടാ, ആകെ മീൻസ് ടോട്ടൽ എന്നല്ലേ? ടോട്ടൽ എങ്ങനെ? ടോട്ടൽ കൂട്ടണം. ടോട്ടൽ ചെയ്യണമെങ്കിൽ കൂട്ടണം. സമ്മ് കാണാൻ കൂട്ടണം. അപ്പൊ തന്നിരിക്കുന്ന 2 സ്ഥാനങ്ങളുടെ കൂട്ടണം എന്ന് പഠിക്കും. ആകെ ആളുകളുടെ എണ്ണം കാണാൻ കൂട്ടണം. എങ്കിൽ അവിടെ കൂട്ടണമെങ്കിൽ ആ കൂട്ടിയതിന് ശേഷം 1 കുറയ്ക്കുക എന്നങ്ങ് ഓർത്ത് വെക്ക്. പറഞ്ഞ മനസ്സിലായോ? കൂട്ടിയതിന് ശേഷം 1 കുറയ്ക്കുക എന്നങ്ങ് ഓർത്ത് വെക്ക്. എങ്കിൽ മക്കളെ 20ഉം 4 കൂട്ടിയാൽ 24. 24 - 1 നമ്മുടെ ശരി ഉത്തരം 23. ഓപ്ഷൻ സി. ഓക്കെ, ക്ലിയർ അല്ലയോ? അടുത്ത ചോദ്യം നോക്കാം. 18 - 6/3 × 4. വളരെ സിമ്പിളായ ബോർഡ് മാസ്. വളരെ സിമ്പിളായ ബോർഡ് മാസ് അല്ലേ? എടാ, ആകെപ്പാടെ 4 സംഖ്യകൾ വെച്ചുകൊണ്ട് 3 ക്രിയകൾ. 4 സംഖ്യകളെ ഉള്ളെങ്കിൽ അതിനിടയ്ക്ക് 3 ക്രിയകളെ വരത്തുള്ളൂ. കണ്ടോ, 3 ക്രിയകൾ വരുന്ന ഒരു കുഞ്ഞൻ ബോർഡ് മാസാണ് കഴിഞ്ഞ നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയിൽ ചോദിച്ചത്. ഓക്കെ, നമുക്കറിയാം ബോർഡ് മാസ്. ബ്രാക്കറ്റ് ഉണ്ടോ? ബ്രാക്കറ്റ് ഇല്ല. ഓഫ് എന്ന വാക്കുണ്ടോ? ഓഫ് എന്ന വാക്കില്ല. ഡിവിഷൻ ഉണ്ടോ? ഡിവിഷൻ ഉണ്ട്. എങ്കിൽ ആദ്യം ആ ഡിവിഷന്റെ അപ്പുറവും ഇപ്പുറവും കിടക്കുന്ന സംഖ്യകളെ കണ്ടോ, ഡിവിഷൻ ഇവിടെ കിടക്കുന്നത്, അതിൻ്റെ അപ്പുറവും ഇപ്പുറവും കിടക്കുന്ന സംഖ്യകളെ ചേർത്ത് ഞാനങ്ങ് വട്ടം വരച്ച്. ആ ഡിവിഷന്റെ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന സംഖ്യകളെ ചേർത്ത് ഞാനങ്ങ് വട്ടം വരച്ച്. ആദ്യം ഇത് ചെയ്യണം. എടാ, ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല, ഡിവിഷൻ ഉണ്ട്. എങ്കിൽ ആ ഡിവിഷൻ സൈൻ്റെ ഇടത്തും വലത്തും കിടക്കുന്ന നമ്പറിനെ ചേർത്ത് ഞാൻ വട്ടം വരച്ച്. ആദ്യം ഇത് ചെയ്യാൻ പോവാ. പറ, 6/3 എത്ര മക്കളെ? 6/3 2. അതങ്ങോട്ട് എഴുതി. കണ്ടോ? അപ്പോൾ ഇതിന് തുല്യമായി മക്കളെ 2. എടാ, 6/3 തുല്യം 2. ഇനി ആ വട്ടത്തിന്, ആ സർക്കിളിൻ്റെ വലത് സൈഡിൽ എന്ത് കിടപ്പുണ്ട്?
ഒരു ഇൻറ്റു ഉണ്ട്, ഒരു 4 ഉണ്ട്. ഇടത് സൈഡിൽ എന്തുണ്ട് മക്കളെ? ഒരു മൈനസ് ഇപ്പുറത്തുണ്ട്, 18 ഇപ്പുറത്തുണ്ട്. കണ്ടോ? കണ്ടോ? അപ്പോൾ 6/3 2 മാറി. അപ്പം ഡിവിഷൻ കഴിഞ്ഞേ അടുത്തൊരു മൾട്ടിപ്ലിക്കേഷൻ. മക്കളെ അടുത്തൊരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ? ഉണ്ട്. എങ്കിൽ ആ മൾട്ടിപ്ലിക്കേഷൻ സൈൻ്റെ ഇടത്തും വലത്തും കിടക്കുന്ന നമ്പറിനെ ചേർത്ത് ഞാൻ വട്ടം വരച്ച്, ആ മൾട്ടിപ്ലിക്കേഷൻ്റെ ഇടത്തും വലത്തും കിടക്കുന്ന നമ്പറിനെ ചേർത്ത് വട്ടം വരച്ച് ആരും ചെയ്യണം. മക്കളെ പറ, 2 × 4 എത്ര? 2 × 4 8. ശരി, അത് കംപ്ലീറ്റ് ചെയ്തേ. ഇനി ഇടത് സൈഡിലോട്ട് മാത്രമേ ഉള്ളൂ ഒരു മൈനസ് ഇപ്പുറത്ത്, 18 ഇപ്പുറത്ത്. വലത് സൈഡിലോട്ട് ഒന്നുമില്ല. 18 - 8 നമുക്കറിയാം 10. ഇതാ കിട്ടി 10. വളരെ സിമ്പിളായ ചോദ്യം. എടാ ഇതൊക്കെ ഒരു VFA പരീക്ഷയിൽ ചോദിക്കാൻ പാടുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ? ഇല്ല. ഇതൊക്കെ ഒരു 5ാം ക്ലാസ് നിലവാരത്തിലെ പരീക്ഷയിൽ പോലും ചോദിക്കാൻ പറ്റില്ല. കാര്യം അത്രത്തോളം നിലവാര ചുതിയുള്ള ചോദ്യമാണ് ചോദിച്ചത്. വളരെ സിമ്പിൾ ചോദ്യം. ശരിതാ അടുത്തത് -2/3 ദ ഹോൾ ക്യൂബ് ഇൻറ്റു 3/5 ദി ഹോൾ സ്ക്വയർ. ഓക്കെ മക്കളെ, -2/3 ദ ഹോൾ ക്യൂബ് ഇൻറ്റു 3/5 ദി ഹോൾ സ്ക്വയർ. ചോദ്യം ഞാൻ മാറ്റി എഴുതാം. -2/3 എന്നതിൻ്റെ ഹോൾ ക്യൂബ് ഇൻറ്റു 3/5 എന്നതിൻ്റെ ഹോൾ സ്ക്വയർ. ശരി, ഒന്നുമില്ല. നമുക്കറിയാം ക്യൂബ് കാണണം. ആദ്യം കൊടുത്തിരിക്കുന്ന ബ്രാക്കറ്റ് ഇതാ, ഇവൻ്റെ ബ്രാക്കറ്റ് ദാ, ഈ കാണുന്ന ബ്രാക്കറ്റിൻ്റെ ദാ എന്ത് കാണണം മക്കളെ? ക്യൂബ് കാണണം. ക്യൂബ് കാണാൻ നമുക്കറിയാം ദാ 2ൻ്റെ ക്യൂബ് എത്രടാ? മുകളിൽ കിടക്കുന്നതിൻ്റെയും താഴെ കിടക്കുന്നതിൻ്റെയും ക്യൂബ് പ്രത്യേകം പറഞ്ഞാൽ മതി. 2ൻ്റെ ക്യൂബ് 8 എഴുതി. ഇനി നമുക്കറിയാം മൈനസിൻ്റെ ക്യൂബ് എടുത്താൽ എന്ത് വരും? മൈനസിൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്തുവാ? -3 വട്ടം ഗുണിക്കാനല്ലയോ? നമുക്കറിയാം 2ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ മക്കളെ എന്തു അർത്ഥം? 2 × 2 × 2 എന്ന 2നെ 3 തവണ എഴുതി ഗുണിക്കാനാണ്. അപ്പം -2ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ -2 × -2 × -2 എന്ന. നമുക്കറിയാം മൈനസും മൈനസും ഗുണിക്കുമ്പോൾ പ്ലസ് ആവും. ആ പ്ലസും വീണ്ടും ഒരു മൈനസ് ഗുണിച്ചാൽ വീണ്ടും മൈനസ് വരും. ശരിയാണോ? മൈനസിനെ 2 വട്ടം ഗുണിച്ചാൽ പ്ലസ് ആവും, മൈനസിനെ 4 വട്ടം ഗുണിച്ചാൽ പ്ലസ് ആവും, മൈനസിനെ 6 വട്ടം ഗുണിച്ചാൽ പ്ലസ് ആവും, മൈനസിനെ 8 വട്ടം ഗുണിച്ചാൽ, ഇരട്ട സംഖ്യ എണ്ണം തവണ ഗുണിച്ചാൽ പ്ലസ് ആവും. എന്നാൽ ഒറ്റ സംഖ്യ എണ്ണം ആണ് ഗുണിക്കുന്നതെങ്കിൽ മൈനസ് വരും. ശരിയാണോ? എങ്കിൽ മൈനസിനെ ക്യൂബ് എടുക്കുക എന്ന് പറഞ്ഞാൽ മൈനസിനെ 3 വട്ടം ഗുണിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും മൈനസ് വരും. അപ്പോൾ 2ൻ്റെ ക്യൂബ് 8, മക്കളെ മൈനസിൻ്റെ ക്യൂബ് മൈനസ് പോവാം. ശരിയാണോ? ഡിവൈഡഡ് ബൈ താഴെ 3ൻ്റെ ക്യൂബ് എടുക്കും. 3ൻ്റെ ക്യൂബ് 27. എടാ 3ൻ്റെ ക്യൂബ് 27. ശരി, കഴിഞ്ഞു. ഇൻറ്റു അടുത്ത 3ൻ്റെ സ്ക്വയർ. ദാ ഈ 3ൻ്റെ സ്ക്വയർ എടുക്കും. 3ൻ്റെ സ്ക്വയർ മക്കളെ 9. താഴെ 5ൻ്റെ സ്ക്വയർ. എടാ 5ൻ്റെ സ്ക്വയർ 25. ശരിയാണോ? ശരി, ദാ ഇങ്ങനെ വരും. അപ്പം -8/27 ഇൻറ്റു 9/25 എന്ന് വരും. വെട്ടാൻ പറ്റുമെങ്കിൽ വെട്ടാം, എന്നിട്ട് ഗുണിക്കാം. വെട്ടാൻ പറ്റുമെങ്കിൽ വെട്ടാം, എന്നിട്ട് ഗുണിക്കാം. വെട്ടാൻ പറ്റും. 27നെ 9നും കൂടെ വെട്ടാൻ പറ്റും. താഴെ കിടക്കുന്ന 27നെ മേലെ കിടക്കുന്ന 9നും കൂടെ വെട്ടാം. 3 കൊണ്ട് അല്ലെങ്കിൽ 9 കൊണ്ട് നേരിട്ട് വേണമെങ്കിൽ വെട്ടാം. 9-നകത്ത് മക്കളെ 9 ഒരു തവണ, 27-നകത്ത് 9 3 തവണ. ഇനി വെട്ടാൻ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ദാ മുകളിൽ -8 × 1 -8 എന്ന് വരും. താഴെ 25 × 3 75 എന്നും വരും. ദാ -8/75. മക്കളെ -8/75 ഓപ്ഷൻ ബി. -8/75 പറഞ്ഞത് മനസ്സിലായോ? ക്ലിയർ അല്ലയോ? വ്യക്തമായി കാണും എന്ന ധാരണയോടുകൂടി ദാ അടുത്ത ചോദ്യത്തിലോട്ട് നീങ്ങുന്നു. 53.6 എന്ന സംഖ്യ 72.29 എത്ര കുറവാണ്? ഞാൻ ചെറിയ ചോദ്യം ചെയ്ത് കാണിച്ചു തരാം. മക്കളെ 5 എന്ന സംഖ്യ 8-നേക്കാൾ എത്ര കുറവാണ്? എടാ 5 എന്ന സംഖ്യ 8-നേക്കാൾ എത്ര കുറവാണ്? 8-നേക്കാൾ എത്ര കുറവാണ്? എടാ 8-നേക്കാൾ എത്ര കുറവാ? 5. 3 കുറവാ. 8-നേക്കാൾ 3 കുറവല്ലേ 5? അവ ചെറിയ സംഖ്യ ഇട്ട് ആലോചിച്ച് നോക്ക്. 5 എന്ന സംഖ്യ 8 എന്ന സംഖ്യയേക്കാൾ എത്ര കുറവാണ്? നമുക്കറിയാം 3 കുറവാ. അതെങ്ങനെ കണ്ടുപിടിച്ചത്? ഈ 8-ന്ന് 5 കുറച്ച് നോക്കും. 8-ന്ന് 5 കുറച്ച് നോക്കും. അപ്പോൾ ഇവിടെ ചോദ്യം എന്താ മക്കളെ? 53.6 എന്ന സംഖ്യ 72.29 എത്ര കുറവാണ്? നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതെ, 72.29 നിന്നും ദാ 53.6 കുറച്ചാൽ മതി. 0.6 കുറച്ചാൽ മതി. ശരിയാണോ? നമുക്കറിയാം പോയിന്റുകൾ കറക്റ്റ് ലെവലിൽ എഴുതണം. ഒരേ ലെവലിൽ പോയിന്റ് വരണം. കണ്ടോ? പോയിന്റുകൾ മക്കളെ ഒരേ ലെവലിൽ വരണം. പോയിന്റുകൾ ഒരേ ലെവലിൽ. ദാ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു 0 കൊടുക്കുക. കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല.
9ൽ നിന്ന് മക്കളെ 0 കുറച്ചാൽ 9 തന്നെ. 2ൽ നിന്ന് 6 പോകത്തില്ല, നമ്മൾ കടവെടുക്കും. ദാ ഇവിടുന്ന് കടവെടുക്കും. കടവെടുത്ത് ഇവിടെ വരുമ്പോൾ മക്കളെ ഇവിടെ 12 ആവും. ശരിയാണോ? 2ൽ നിന്ന് 6 പോകത്തില്ലല്ലോ. അപ്പം 1 കടവെടുത്തപ്പോൾ ഇവിടെ 12 ആയി. 12ൽ നിന്ന് 6 കുറച്ചാൽ മക്കളെ ഇവിടെ 6 വരും അല്ലേ? അപ്പോഴേ മനസ്സിലായി ഉത്തരം ഏതാ. എടാ ഇവിടെ പോയിന്റ് ഉണ്ട്. 0.69 വരുന്ന ഏതാ? 0.69 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഉത്തരം ഓപ്ഷൻ ബി ആ. എങ്കിലും നമുക്ക് തുടർന്ന് ചെയ്യാം മക്കളെ. ഇവിടെ പിന്നെ 1 ഉള്ളൂ. 1 നമുക്കറിയാം. 1ൽ നിന്ന് എന്തായാലും 3 പോകത്തില്ല. അപ്പോൾ ഇവിടുന്ന് കടവെടുക്കും. കടവെടുക്കുമ്പോൾ ഇവിടെ 11 ആവും. 11ൽ നിന്ന് 3 പോയാൽ മക്കളെ 8. 11ൽ നിന്ന് 3 പോയാൽ 8. ഇവിടെ പിന്നെ 6 ഉള്ളൂ. 6ൽ നിന്ന് 5 പോയാൽ 1. അതായത് 18.69. ഓപ്ഷൻ ബി 18.69. ക്ലിയർ അല്ലയോ? മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതട്ടെ. ഓപ്ഷൻ ബി 18.69 ആണ് നമ്മുടെ ശരി ഉത്തരം. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടിപൊളി ചോദ്യം. 1, 2, 4 എക്സെട്ര എന്ന ശ്രേണിയിലെ 10ാം പദം എത്ര? എടാ എന്ന ശ്രേണിയിലെ 10ാം പദം എത്ര? ഇതാണ് ചോദ്യം. നല്ല ചോദ്യം. 1, 2, 4 എക്സെട്ര എന്ന ശ്രേണിയിലെ 10ാം പദം കണ്ടുപിടിക്കണം മക്കളെ. ഞാൻ 2 രീതി പറഞ്ഞുതരാം. ഒന്നുമില്ല, നോക്കിയേ. 1, 2, 4. എടാ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 1ന്റെ ഇരട്ടിയല്ലയോ 2 ആണ്. 2ന്റെ ഇരട്ടിയല്ലയോ 4 ആണ്. അടുത്തത് ഉറപ്പായിട്ടും 4ന്റെ ഇരട്ടി ആയിരിക്കത്തില്ലയോ? ആയിരിക്കും, 8. അടുത്തത് ഉറപ്പായിട്ടും 8ന്റെ ഇരട്ടി ആയിരിക്കത്തില്ലയോ? 16 ആയിരിക്കും. അടുത്തത് ഉറപ്പായിട്ടും 16ന്റെ ഇരട്ടി ആയിരിക്കത്തില്ലയോ? 32 ആണ്. അങ്ങനെ അങ്ങോട്ട് പോകും. ഇങ്ങനെ വരുമ്പം ഈ ശ്രേണിയിലെ 10ാം പദം എത്ര എന്നാണ് നമുക്ക് പറയേണ്ടത്. ശരിയാണോ? ഈ ശ്രേണിയിലെ 10ാം പദമായിട്ട് വരുന്ന സംഖ്യ എത്ര എന്നാണ് നമുക്ക് പറയേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ. ഇതാ ഇതിൻ്റെ 10ാം പദം പറയാൻ മക്കളെ നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുകയും 2/0 ആരാ? ഏതൊരു സംഖ്യയുടെയും പവറായിട്ട് മക്കളെ, ഏതൊരു സംഖ്യയുടെയും പവറായിട്ട് 0 വന്നാൽ ഉത്തരം 1. ഏതൊരു സംഖ്യയുടെയും പവറായിട്ട് 0 വന്നാൽ മക്കളെ ഉത്തരം 1. ശരിയാണോ? അപ്പോൾ 2/0 അല്ലേടാ 1? 2/0 അല്ലേ 1? ആണ്. ഏതൊരു സംഖ്യയുടെയും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. a/0, അതായത് ഏതൊരു സംഖ്യയുടെയും പവറിൽ 0 വന്നാൽ മക്കളെ ഉത്തരം 1. ഏതൊരു സംഖ്യയുടെയും പവറിൽ 0 വന്നാൽ മക്കളെ ഉത്തരം 1 അല്ലേ? എങ്കിൽ a/0 എന്ന് പറഞ്ഞാൽ 1. a/0 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ 2/0 എന്ന് പറഞ്ഞാൽ 1. 2നെ എങ്ങനെ എഴുതാം? 2നെ 2/1 എന്ന് എഴുതാം. 2/1 2 അല്ലയോ? അതേപോലെ 4നെ എങ്ങനെ എഴുതാം? 2/2 എന്ന് എഴുതാം. 2ന്റെ സ്ക്വയർ അല്ലോടെ 4. അടുത്ത വരുന്ന 8നെ എങ്ങനെ എഴുതാം മക്കളെ? 8നെ എങ്ങനെ എഴുതാം? പറ. 2/3 ആണ് 8. 2/3. 2ന്റെ ക്യൂബ്. 16നെ എങ്ങനെ എഴുതാം? 16നെ പറ. 16നെ എങ്ങനെ എഴുതാം? 2/4 എന്ന് എഴുതാം. ശരിയാണോ മക്കളെ? എങ്കിൽ നിങ്ങൾ പറ, ഈ പോകുന്ന ശ്രേണി കണ്ടോ? 1ാം പദം 2/0, 2ാം പദം 2/1, 3ാം പദം 2/2, 4ാം പദം 2/3, 5ാം പദം 2/4, 6ാം പദം 2/5, 7ാം പദം 2/6, 8ാം പദം 2/7, 9ാം പദം 2/8. എങ്കിൽ 10ാം പദം 2/9. നിങ്ങളെ 2/9 എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. 2/9 ആയിരിക്കും ഈ ശ്രേണിയിലെ 10ാം പദം. 2/9 ആയിരിക്കും ഈ ശ്രേണിയിലെ 10ാം പദം. മക്കളെ 2/9 എന്ന് പറഞ്ഞാൽ 512. നിങ്ങൾ നിർബന്ധമായിട്ടും 2ന്റെ ഒരു 10 പവർ വരെ കാണാതെ പഠിക്കണം. 2ന്റെ ഒരു 10 പവർ വരെ കാണാതെ പഠിക്കണം. പറഞ്ഞ മനസ്സിലായോ? 2ന്റെ ഒരു 10 പവർ വരെ കാണാതെ പഠിക്കണം. തീർന്നില്ല, പോവല്. 2ന്റെ 10 പവർ വരെ കാണാതെ പഠിക്കണം. എളുപ്പമാണ്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഇതാ കേട്ടു. 2/1 മക്കളെ 2. 2ന്റെ സ്ക്വയർ എളുപ്പമാണ്. 2ന്റെ ഇരട്ടി പറ 4. 2ന്റെ ക്യൂബ് മക്കളെ എളുപ്പമാണ്. 4ന്റെ ഇരട്ടി പറ 8. 2/4 ഇരട്ടി പറ 16. 2/5 16ന്റെ ഇരട്ടി പറ 32. 2/6 32ന്റെ ഇരട്ടി പറ 64. 2/7 64ന്റെ ഇരട്ടി പറ 128. 2/8 120ന്റെ ഇരട്ടി ദാ 256. 2/9 ദാ 2/9 ദാ 256ന്റെ ഇരട്ടി 512. 2/10 മക്കളെ 1024. നിർബന്ധമായിട്ടും ഒരു 10 വരെയെങ്കിലും നിങ്ങൾ കാണാതെ പഠിക്കുന്നത് നല്ലതാണ്.
2ന്റെ ഒരു 10 പവർ വരെയെങ്കിലും കാണാതെ പഠിക്കണം. 2ന്റെ ഒരു 10 പവർ വരെയെങ്കിലും കാണാതെ പഠിക്കണം. ഓക്കെ, ഇനി ഇതല്ലെങ്കിൽ മക്കളെ മറ്റൊരു മാർഗത്തിൽ ചെയ്യാം. എങ്ങനെ? ഇതൊരു ജി പി ആ, ഇതൊരു ജി പി ആ. ഏതാ? ജോമെട്രിക് പ്രോഗ്രഷൻ. എടാ 1, 2, 4 എന്ന് തുടങ്ങുന്ന ജി പി ആ. ജി പി പഠിച്ചിട്ടുണ്ടോ? ജി പി, ജോമെട്രിക് പ്രോഗ്രഷൻ, സമഗുണിത ശ്രേണി. സമഗുണിത ശ്രേണി നമുക്കറിയാം. സമഗുണിത ശ്രേണിയുടെ ആദ്യ പദം മക്കളെ, ആദ്യ പദം എത്ര? ഫസ്റ്റ് ടൈം 1. ഇനി ദാ ഗുണിച്ച്, പൊതുവായിട്ട് ഗുണിച്ച് 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 പോകുന്നൊരു സംഖ്യ ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്നവരാണ് പൊതുഗുണിതം. പൊതുഗുണിതം കോമൺ റേഷ്യോ എന്ന് വിളിക്കും. കോമൺ റേഷ്യോ. കോമൺ റേഷ്യോ കാണുന്നത് എങ്ങനെ? കോമൺ റേഷ്യോ നമ്മൾ കോമൺ ഡിഫറൻസ് കാണുന്നത് എങ്ങനെ? കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം, 2ാം പദം മൈനസ് 1ാം പദം, അതല്ലെങ്കിൽ 3ാം പദം മൈനസ് 2ാം പദം. ശരിയാണോ? ഇവിടെ കോമൺ റേഷ്യോ കാണാൻ 2ാം പദം ഡിവൈഡഡ് ബൈ 1ാം പദം. കാര്യം എടാ 1ാം പദത്തിനോട് എന്തോ ഒരു സംഖ്യ ഗുണിക്കുമ്പോഴല്ലേ 2ാം പദം കിട്ടുന്നത്. ഏത് സംഖ്യയാണ് ഗുണിച്ചത് എന്നറിയാൻ 2ാം പദത്തിനെ 1ാം പദം കൊണ്ട് ഹരിച്ചാൽ പോരെ? മറി. അതായത് സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം 2 ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം 1. 2/1 മക്കളെ 2 അല്ലയോ? മനസ്സിലായി? കോമൺ റേഷ്യോ 2. കോമൺ റേഷ്യോ 2. ഫസ്റ്റ് ടൈം 1, ആദ്യ പദം 1, കോമൺ റേഷ്യോ പൊതുഗുണിതം 2. പൊതുഗുണിതം 2 എങ്കിൽ മക്കളെ എന്നാം പദം കണ്ടുപിടിക്കണം. എന്നാം പദം ഒരു സമഗുണിത ശ്രേണിയുടെ അഥവാ ജി പിയുടെ എന്നാം പദം കാണുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? AR⁻n-1. പഠിച്ചോക്ക്. AR⁻n-1 പഠിച്ചോക്ക്. AR⁻n-1 പറ. AR⁻n-1. AR⁻n-1 എങ്കിൽ നമുക്ക് കാണേണ്ടത് എന്നാം പദം അഥവാ 10ാം പദം. എങ്കിൽ A എത്ര മക്കളെ? 1. A1 ആദ്യ പദം 1. R എത്ര മക്കളെ? 2. N എന്ന് പറഞ്ഞാൽ 10ാം പദം അല്ലേ? അപ്പോൾ 10 - 1. അപ്പോൾ 1 × 2⁻9. ശരിയാണോ? ഇതാ ഞാനത് മാറ്റി എഴുതാം, കാണാൻ പറ്റുന്നില്ല അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതും? A എന്ന് പറഞ്ഞ മക്കളെ 1, R എന്ന് പറഞ്ഞ മക്കളെ 2, N എന്ന് പറഞ്ഞാൽ 10. അപ്പോൾ 10 - 1 കണ്ടോ? എങ്കിൽ 1 × 2⁻10 എന്ന് കുറച്ച് 9 അല്ലേടാ? എന്ന് പറഞ്ഞാൽ 2⁻9 കണ്ടുപിടിച്ചാൽ മതി. 2⁻9 എന്ന് പറഞ്ഞാൽ 512. ഇത് തന്നെ നമ്മൾ മറ്റൊരു മാർഗത്തിൽ നേരത്തെ ചെയ്ത് കാണിച്ചത്. പറഞ്ഞാൽ മനസ്സിലായോ? ദാ ഇതും ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. മനസ്സിലായി കാണും എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ VFA പരീക്ഷയുടെ ചോദ്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. നമ്മൾ വീണ്ടും ഇതിനും മുൻ വർഷങ്ങളിൽ PSC ചോദിച്ച VFA പരീക്ഷയും അതേപോലെ ഇതേ നിലവാരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലാബ് അസിസ്റ്റന്റ്, അതുപോലെ LDC, VEO തുടങ്ങിയ എല്ലാ ലെവൽ പരീക്ഷകളുടെയും ചോദ്യപേപ്പറുകളുമായിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും തുടർന്നുള്ള എപ്പിസോഡുകളും കണ്ട് മാക്സിമം അവസാനം വരെയും കണ്ടുകൊണ്ടിരുന്ന് നോട്ട് തയ്യാറാക്കി പഠിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. കൂടാതെ ഈ വീഡിയോ ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിന് ഷെയർ ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ഫ്രം വിശാഖ് പാവുമ്പ.